വെൽക്കം ടു NCERT പ്ലസ് 1 ആൻഡ് പ്ലസ് 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 14 ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾക്ക് നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ചാപ്റ്റർ 15. ഇതെന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 14 ആണ്. ഞാൻ പഴയ ഒരു എഡീഷൻ ബുക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ചാപ്റ്റർ 15 ആകുന്നത്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഈ ചാപ്റ്റർ 14 ആയിരിക്കും. ആൻഡ് ചാപ്റ്റർ നെയിം എന്ന് പറയുന്നത് വേവ്സ്. ഇപ്പൊ കണ്ടന്റ്സ് എല്ലാം സെയിം ആണ്, ജസ്റ്റ് ചാപ്റ്ററിന്റെ നമ്പർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേവ്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനായി 15.1, അതായത് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലെ കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, 8 സെക്ഷൻസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ സെഗ്മെന്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ട എന്താന്ന് നമുക്കറിയാം. എന്താണ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ കണ്ടത്. അവിടെ ഒബ്ജക്ട്സിന്റെ ഓസിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓരോ ഒബ്ജക്റ്റിന്റെയും ഓസിലേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഓസിലേഷൻ ഒരു സിസ്റ്റത്തിൽ നടക്കുകയാണെങ്കിൽ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത ഓസിലേഷൻ ഒരു സിസ്റ്റത്തിൽ, അതായത് ഒരുപാട് ഒബ്ജക്ട്സിന്റെ ഒരു കളക്ഷനിൽ, അതായത് എല്ലാ ഒബ്ജക്ട്സും ഒരുമിച്ച് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്ത് സംഭവിക്കുമായിരിക്കും? അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയം ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പം നോക്കൂ. അപ്പം ഇവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോഴത്തേക്കും ഈ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മീഡിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ എന്താണ് ഇലാസ്റ്റിക് ഫോഴ്സസ് ആയിരിക്കും അതിലെ ഓരോ കോൺസ്റ്റൻസിനെയും ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റിനെ ഒബ്വിയസ്ലി അഫക്റ്റ് ചെയ്യും. സി, ഇപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു ചെറിയ കല്ലെടുത്തിട്ട് ഒരു സ്റ്റിൽ വാട്ടറിൽ, അത് അനങ്ങാണ്ടിരിക്കുന്ന, അത് ഒഴുകാത്ത വെള്ളത്തിലേക്ക്, ഒരു സ്റ്റിൽ വാട്ടറിലേക്ക് നിങ്ങളൊരു കല്ലെടുത്ത് എറിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു കല്ലെടുത്ത് എറിയുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, ആ വെള്ളത്തിന്റെ പ്രതലത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ആ കല്ലെടുത്ത് എറിഞ്ഞ ഭാഗത്ത് മാത്രമല്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, ഇങ്ങനെ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ പോലെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട്, ഒരു ഡിസ്റ്റർബൻസ് ഇങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനിയും വെള്ളം ഇങ്ങനെ കല്ലുകൾ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ആ സർക്കിള് വളരെ സ്പീഡിൽ ആ സർക്കിൾ പുറത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അത് ഏത് സർഫസ് ആണോ നിങ്ങൾ കല്ലെറിഞ്ഞിരുന്നത് അവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ ഒരു സർക്കിൾ ഇങ്ങനെ സ്പീഡിൽ പുറത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഇത് നമുക്ക് നൽകുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ നമ്മൾ കല്ലെറിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് സർക്കിൾ വൈസ് വെള്ളം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഭാഗത്താണോ നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ കല്ലെറിഞ്ഞെങ്കിൽ ആ ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് മനസ്സിലായത്. നമുക്ക് തോന്നുന്നു, നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കോക്ക് പീസസ് ആയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു ഡിസ്റ്റർബ് സർഫസിലേക്ക് ഇടുകയെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു കോക്ക് പോലത്തെ എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു കോർക്ക്. ഓക്കെ, ഈ ഡിസ്റ്റർബ്ഡ് സർഫസിലേക്ക് നിങ്ങൾ ഇപ്പം ഇവിടേക്ക് ഒരു കോർക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ കോർക്ക് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ വെള്ളം കിടക്കുവാണല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒരു കോർക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ കോർക്ക് ജസ്റ്റ് അവിടെ കിടന്ന് മേലേക്കും താഴേക്കും ഒരു മോഷൻ മാത്രമേ അതിന് സംഭവിക്കുള്ളൂ. അതല്ലാതെ ഈ കോർക്ക് ഇപ്പൊ ഇവിടെ ഇട്ട കോർക്ക് ഇങ്ങനെ ഇവിടെ സർക്കിൾസ് ഉണ്ടെങ്കിൽ പോലും അതിങ്ങനെ അനങ്ങി ഇപ്പൊ ഇവിടെ വരെ സർക്കിൾസ് ഡെവലപ്പ് ചെയ്തു വെള്ളത്തിന്റെ വിചാരിക്കും, പക്ഷെ കോർക്ക് ഇവിടെ ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് അവിടെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷനിലായിരിക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ വാട്ടർ മാസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അത് വെള്ളം അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവുന്നില്ല. ഓക്കെ, ഇവിടുത്തെ വെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നില്ല. അതായത് വാട്ടർ മാസ് ഒരിക്കലും ആ സർക്കിൾസ് അനുസരിച്ച് പുറത്തേക്ക് പോകുന്നില്ല. ഒരു മൂവിങ് ഡിസ്റ്റർബൻസ് മാത്രമേ ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ സംഭവിച്ച ഒരു മൂവ് ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസ്.
ഒരു പാറ്റേൺ, ഒരു മൂവിങ് ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ വരുന്നത്, അല്ലാതെ വെള്ളം മുഴുവനായിട്ടും പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സൗണ്ട് വേവ്സ്, നമ്മുടെ 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 പുറത്തേക്ക് വരുന്ന ഈ സൗണ്ട് വേവ്സ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് വേവ്സ് അത് നമ്മളുടെ പുറത്തേക്ക് പോവുകയാണ്. അപ്പം അതിങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ്, ഒരു മീഡിയത്തിന്റെ മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് എന്താണ്, ആക്ച്വൽ ഫ്ലോ ഓഫ് എയർ ഇല്ലാതെ തന്നെ ആ ഡിസ്റ്റർബൻസ് ആണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്, അത് ഇപ്പം ഈ എയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വളരെയധികം ക്ലിയർ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ചെവിക്കും ഒരു മൈക്രോഫോണിനും ഒക്കെ ആയിരിക്കും അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഈ പാറ്റേൺസ്, ഇത് ആക്ച്വൽ ഫ്ലോ, ഫിസിക്കലായിട്ട് അത് ആക്ച്വൽ മാറ്ററിന്റെ ഫ്ലോ ഇല്ലാതെ, എന്താണ്, ആക്ച്വൽ മാറ്റർ ഫ്ലോ ചെയ്യാതെ ജസ്റ്റ് ആ മൂവ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺസിനെയാണ് നമ്മൾ വേവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതായത് ഡിസ്റ്റർബൻസസ് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ആക്ച്വലി ഒരു മാസ് ഫ്ലോ, ഇപ്പം വെള്ളത്തിന്റെ കേസിലാണ് നമ്മളൊരു മാസ് ഫ്ലോ പറഞ്ഞു. ഇപ്പം എയറിന്റെ, നമ്മൾ സൗണ്ട് വേവ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എയർ ഫ്ലോ, അത് എയറും അവിടുന്ന് ഇവിടേക്ക് മാറാതെ പോവുകയാണ്. അത് ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ ആണ് സംഭവിക്കുന്നത്. ആക്ച്വലി ഫ്ലോ ഓഫ് മാറ്റർ അവിടെ സംഭവിക്കുന്നില്ല. അപ്പം അതിനെയാണ് നമ്മൾ ഈ വേവ്സ് എന്ന് പറയുന്നത്. സം പാറ്റേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസ്, സം പാറ്റേൺസ് വിച്ച് മൂവ് വിത്തൗട്ട് actual physical transfer or flow of matter. ഇതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ ഒരു മാസ് അല്ലെങ്കിൽ മാറ്റർ ഫ്ലോ ഇല്ലാതെ തന്നെ ഒരു ഡിസ്റ്റർബൻസ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ആ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേഷനെയാണ് നമ്മൾ ബേസിക്കലി വേവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വേവ്സ് എന്ന് പറയുന്നത് അത് എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യും. നമുക്കറിയാം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം സൗണ്ട് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പൊ സൗണ്ട് വേവ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യാണ് away from our mouth. That means എന്താണ് അവിടെ, അത് it is carrying energy and transporting it to some wherever it is required. അപ്പം വേവ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഡിസ്റ്റർബൻസ് പാറ്റേൺ അതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ക്യാരിങ് സം ഇൻഫർമേഷൻ. ആ ഒരു വേവ്സിന്റെ അകത്ത് പല ഇൻഫർമേഷൻ ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ വേവ്സ് ട്രാൻസ്പോർട്ട് എനർജി. ഓക്കെ, എന്നിട്ട് ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ആണ്, അതിൻ്റെ അകത്താണ് ഇൻഫർമേഷൻ ഉള്ളത് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ്. ഓക്കെ, അപ്പം നമ്മളുടെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഈ വേവ്സ് ത്രൂ ഉള്ള സിഗ്നൽസിന്റെ ട്രാൻസ്മിഷനാണ്. അപ്പം നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്പീച്ച്, ഓക്കെ, സംസാരം. സ്പീച്ച് എന്ന് പറയുന്നത് എയറിൽ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. ആൻഡ് അത് കേൾക്കുക എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് കോൾഡ് ഡിറ്റക്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പലതരത്തിലുള്ള വേവ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് പലതരത്തിലുള്ള വേവ്സിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേവ്സ് ഉണ്ടാവും. അപ്പം ദാറ്റ് മീൻസ് ഫസ്റ്റ് എങ്ങനത്തെ പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ ആണ് സംഭവിക്കുന്നത്. പലതരത്തിലുള്ള വേവ്സ് ഇവിടെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. സൗണ്ട് വേവ്സും ഇലക്ട്രിക് വേവ്സും അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും അങ്ങനെ പലതരത്തിൽ. ഇപ്പൊ നമ്മൾ അതിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് വേവ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വരുവാണല്ലോ. ഇപ്പൊ സൗണ്ട് വേവ്സ് ഫസ്റ്റ് എന്തായിട്ടായിരിക്കും അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇലക്ട്രിക് കറന്റ് സിഗ്നൽ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രിക് കറന്റ്
സിഗ്നൽ ആയിട്ടാണ് ആദ്യം മാറുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു സൗണ്ട് വേവ്സ് ഫസ്റ്റ് ഇലക്ട്രിക് കറന്റ് സിഗ്നൽ ആയിട്ട് മാറും. അതെന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് EM വേവ്സിനെ ജനറേറ്റ് ചെയ്യും. ഇത് EM വേവ്സിനെ ജനറേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒപ്റ്റിക്കൽ കേബിളോ, ഓക്കെ, പലതരത്തിലുള്ള മീഡിയ, ഒപ്റ്റിക്കൽ കേബിളോ അല്ലെങ്കിൽ സാറ്റലൈറ്റോ, ഓക്കെ, ഒപ്റ്റിക്കൽ കേബിൾ അല്ലെങ്കിൽ സാറ്റലൈറ്റോ വഴി ട്രാൻസ്ഫർ ആവുന്നു ഈ ഇലക്ട്രിക് വേവ്സ്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതർ എൻഡില് ഡിറ്റക്ഷൻ നടക്കും. അപ്പൊ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റെപ്സ് റിവേഴ്സ് ഓർഡറിൽ വരും. ഇതിന്റെ എല്ലാം തിരിച്ച് എന്ത് കിട്ടും, സൗണ്ട് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ വേവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വേവ്സിനും അതിന്റെ പ്രൊപ്പഗേഷന് ഒരു മീഡിയം വേണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം അതൊരു മീഡിയത്തിലൂടെ തന്നെ പോയാലേ ഈ ഒരു വേവ്സിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം വേണം എന്ന് എല്ലാ വേവ്സിനും നിർബന്ധമില്ല. സി ഫോർ എക്സാമ്പിൾ, നോട്ട് ഓൾ വേവ്സ് റിക്വയർ മീഡിയം. എല്ലാ വേവ്സിനും അതിന്റെ പ്രൊപ്പഗേഷൻ, അതിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം വേണമെന്ന് നിർബന്ധം ഇല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈറ്റ് വേവ്. ഓക്കെ, ലൈറ്റ് വേവ്സിന് ഈവൻ ഇറ്റ് കുഡ് ട്രാവൽ ത്രൂ വാക്വം, വാക്വത്തിലൂടെ പോലും അതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത് നമ്മളെക്കാട്ടും ഹൺഡ്രഡ്സ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണ്. അപ്പം അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്വത്തിലൂടെ ഒക്കെ കടന്നിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ലൈറ്റ് വേവ്സിന്, അതിന്റെ അർത്ഥം ലൈറ്റ് വേവ്സിന് എന്താണ്, ഇറ്റ് കുഡ് ട്രാവൽ ഈവൻ ത്രൂ വാക്വം. അതായത് അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. വാക്വം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് മാറ്റർ ആണല്ലോ. അപ്പം എന്താണ്, മീഡിയം ഇല്ല അവിടെ. അപ്പൊ അവിടെ കൂടെ എന്താണ്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈറ്റ് വേവ്സ് ഡസന്റ് റിക്വയർ എ മീഡിയം. ഇനി നമുക്ക് ഓൾറെഡി വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വേവ്സ് ആണ്. അത് സ്ട്രിങ്ങിലെ വേവ്സ്. നമ്മൾ എപ്പോഴും എല്ലാ എക്സാമ്പിൾസിലും ഒക്കെ കാണുന്ന സ്ട്രിങ്ങിലെ വേവ്സ്. അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പം ആദ്യം നമ്മൾ പെബിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ വേവ്സ് വാട്ടർ വേവ്സ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്താണ് സൗണ്ട് വേവ്സ്. അതുപോലെ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു വേവ് ആണ് സീസ്മിക് വേവ്സ്. അപ്പം ഇതിനെ എല്ലാം വിളിക്കുന്ന പേര് മെക്കാനിക്കൽ വേവ് എന്നാണ്. ഈ പറഞ്ഞ വേവ്സ് ഓൺ സ്ട്രിങ്, വാട്ടർ വേവ്സ്, സൗണ്ട് വേവ്സ്, അതുപോലെ സീസ്മിക് വേവ്സ്, അതിനെല്ലാം വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിക്കൽ വേവ്. എന്തുകൊണ്ടാണ് ഇതിനെ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുന്നത്? അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. അത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു ത്രൂ എ മീഡിയം മാത്രമേ പോവുള്ളൂ. അത് അതിന് ഈ പറയുന്ന ഒരു വേവ്സിനും, സ്ട്രിങ് വേവ്സ്, അതുപോലെ തന്നെ വാട്ടർ വേവ്സ്, സൗണ്ട് വേവ്സിനും ഒന്നും വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ദേ ആർ കോൾഡ് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് മീൻസ് ഇറ്റ് റിക്വയർസ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അതിനൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയം ഇടയ്ക്ക് വേണം, അല്ലാതെ അത് വാക്വത്തിലൂടെ പോകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. അതായത് അത് ബേസിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീഡിയത്തിന്റെ അകത്ത് എന്താണ്, അതിന്റെ ഒരു മീഡിയം കുറെ എന്തെങ്കിലും പാർട്ടിക്കിൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ പാർട്ടിക്കിളിന്റെ ഓസിലേഷൻസ് വഴി എന്നിട്ട് എന്താണ്, ഈ എനർജി അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാണ്. ഓക്കെ, സോ അങ്ങനെ അതിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ആ മീഡിയത്തിന്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ എല്ലാം അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് +2 ക്ലാസ്സുകളിൽ നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് കേൾക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഥവാ EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഇയറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. അപ്പൊ അതെന്ന് പറയുന്നതിന് ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷന് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അതിന് പ്രൊപ്പഗേഷന് ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ദാറ്റ് മീൻസ് ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. വാക്വത്തിലൂടെ അതിന് ട്രാവൽ ചെയ്യാം. അതിനൊരു മീഡിയം വേണമെന്ന് ഇല്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സ് എന്ന് പറയുന്ന ഒരു
EM വേവ് ആണ്. ഓക്കെ, ലൈറ്റ് വേവ്സ് ഉണ്ട്. അതുപോലെ തന്നെ റേഡിയോ വേവ്സ്. ഓക്കെ, റേഡിയോ വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എക്സ്റേസ്. ഓക്കെ, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇനി വാക്വത്തിലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും ഒരേ സ്പീഡ് ആയിരിക്കും. ആ സ്പീഡിനെയാണ് സി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് 3 into 10 power 8 meter per second. ഓക്കെ, സോ ഇൻ വാക്വത്തിലെ ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാവ് സെയിം സ്പീഡ്. എല്ലാത്തിനും ഒരേ സ്പീഡ് ആയിരിക്കും. ആ പർട്ടിക്കുലർ സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ സി. ഓക്കെ, സ്മോൾ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ എക്സാക്ട് വാല്യൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഇതിനെ എടുക്കുന്നത് 3 into 10 power 8 meter per second ആയിട്ടാണ്. ഓക്കെ, 3 into 10 power 8 meter per second ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു വേവ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ മാറ്റർ വേവ്. ഇതല്ലാതെ വേറൊരു വേവ് ആണ് മാറ്റർ വേവ്. ഓക്കെ, മാറ്റർ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിളിനും ഒരു വേവ് അസോസിയേറ്റഡ് ആണ്. അത് ഒരു വേവ് പാർട്ടിക്കിൾ ഡ്യുവൽ നേച്ചറിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ മാറ്റർ വേവ്. അതെന്ന് പറയുന്നത് മാറ്ററിന്റെ കൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ടുള്ളത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ്, മോളിക്യൂൾസ്. ഓക്കെ, അതിനെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് വളരെ നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവൽ പഠിക്കുമ്പം നമുക്ക് ആ ഒരു നേച്ചറിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ പിക്ചറിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അത് അബ്സ്ട്രാക്ട് മീൻസ് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. നിങ്ങൾ ഈ നേരത്തെ കണ്ട മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെ നമുക്ക് ഉള്ള ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ജസ്റ്റ് നമുക്കൊരു തോട്ടിൽ മാത്രമേ ഇത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു മാറ്റർ വേവ് എന്ന് പറയുന്നത് പല ആപ്ലിക്കേഷൻസും പല ഡിവൈസസിൽ ആപ്ലിക്കേഷൻസ് ഇപ്പൊ തന്നെ അതിനുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺസിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാറ്റർ വേവ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ്സ് ആണ്. അപ്പൊ മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് അതിന്റെ പ്രൊപ്പഗേഷന് എന്ത് വേണം? റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം. അതിന്റെ പ്രൊപ്പഗേഷന് ഒരു മെറ്റീരിയൽ മീഡിയം വേണം. അപ്പം ഈ ഒരു നമ്മൾ വേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആർട്ടിലും ലിറ്ററേച്ചറിലും ഒക്കെ എപ്പോഴും വേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിന്റെ ഇൻഫ്ലുവൻസ് പണ്ടേ ഉണ്ട്. ഓക്കെ, അപ്പം എന്നാൽ പോലും ആ ഒരു സയന്റിഫിക് അനാലിസിസ്, വേവ് മോഷന്റെ സയന്റിഫിക് അനാലിസിസ് എന്ന് പറയുന്നത് 17th സെഞ്ച്വറിയിലാണ് വന്നത്. അപ്പം ഈ ഒരു വേവ് മോഷന്റെ ഫിസിക്സിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ട്. അതിൽ സം ഓഫ് ദ നെയിംസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൻ ഹൈഗൻസ്, റോബർട്ട് ഹൂക്ക്, ഐസക് ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഈ ഒരു നമ്മുടെ ഈ വേവ്സ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് ടൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓസിലേഷൻസ്, അതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫിസിക്സ്, അതെല്ലാം അതിനുശേഷമാണ്. അത് ഈ ഒരു ഫിസിക്സ് നമ്മുടെ ഈ ഒരു വേവ്സിന്റെ സ്റ്റഡി കണ്ടതിനനുബന്ധമായിട്ടാണ് അതൊക്കെ പിന്നെ ഡെവലപ്പ് ആയത്. ഓക്കെ, പിന്നെ ഈ ഒരു ഏതെങ്കിലും ഒരു ഇലാസ്റ്റിക് മീഡിയയിലെ വേവ്സ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എന്താണ് അതിന്റെ ഹാർമോണിക് ഓസിലേഷൻസിനെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ ഹാർമോണിക് ഓസിലേഷൻസ്. ഇലാസ്റ്റിക് മീഡിയ എന്ന് പറയുമ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒരു സ്ട്രെച്ച് ചെയ്ത സ്ട്രിങ് അല്ലെങ്കിൽ കോയിൽഡ് സ്പ്രിങ്, എയർ, അതെല്ലാം എന്താണ് ഇലാസ്റ്റിക് മീഡിയ ആണ്. അപ്പൊ ഇലാസ്റ്റിക് മീഡിയയിലെ വേവ്സ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ അതിനെ വെച്ച് അതിന്റെ അകത്തെ കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിന്റെ ഹാർമോണിക് ഓസിലേഷൻസ് ആയിരിക്കും വേവ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കളക്ഷൻ ഓഫ് സ്പ്രിങ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 1, 2, 3 സ്പ്രിങ്സ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കണക്റ്റഡ് ആണ്. അതിങ്ങനെ കണക്റ്റഡ് ആണ്. 3 springs.
ഓക്കെ, 3 സ്പ്രിങ്സ് കണക്റ്റഡ് ആണ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗത്തെ ഒരു സ്പ്രിങ്, ഏതെങ്കിലും ഒരു എൻഡിലെ സ്പ്രിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ അടുത്ത എൻഡ് വരെ കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ ഈ ഇവിടുത്തെ ഈ എ എന്ന് പറയുന്ന ഈ അറ്റം ചെറുതായിട്ടൊന്ന് പുള്ള് ചെയ്യുവാണെങ്കിൽ, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലിക്കുവാണെങ്കിൽ അത് ഈ സ്പ്രിങ്ങിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ എഫക്റ്റ് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. ഓക്കെ, സോ അതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കും, ഇപ്പൊ നമ്മൾ ഈ എ എന്ന് പറയുന്ന ഈ ലെങ്ത് വലിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്പ്രിങ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ കണ്ടുപോലെ ഫസ്റ്റ് സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇക്വിലിബ്രിയം ലെങ്തിൽ നിന്ന് അത് ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പൊ നമുക്കറിയാം ഈ സെക്കൻഡ് സ്പ്രിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പ്രിങ്ങിന് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിനെയും സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ വലിക്കുവാണെങ്കിൽ ഇതും വലിക്കും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി കംപ്രസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന സ്ട്രെച്ചിങ് കംപ്രഷനും എന്ത് വേണമെങ്കിലും ആവാം. ഈ കേസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാം, വലിക്കാം, അല്ലെങ്കിൽ തിരിച്ച് പുഷ് ചെയ്യുകയും ചെയ്യാം, കംപ്രസ് ചെയ്യുകയും ചെയ്യാം, സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്ട്രെച്ചിങ് അനുഭവപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും അതുപോലെ തന്നെ സംഭവിക്കും. ഇനി കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ മാത്രമല്ല, അത് ഇവിടെയും രണ്ട് സ്പ്രിങ്ങിനും സംഭവിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കിടക്കാന്ന് വിചാരിക്കും, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനാണ്. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിന്റെ പല ബോഗി ഉണ്ടാവുമല്ലോ, അതെല്ലാം കൂടി സ്പ്രിംഗ് കപ്ലിംഗ് ആയിരിക്കും അതിന്റെ ഇടയിൽ ഉണ്ടാവുക. അപ്പം ഏതെങ്കിലും ഒരു ബോഗിയുടെ അറ്റത്തായിട്ട് എഞ്ചിൻ കണക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ എഞ്ചിൻ അപ്പൊ തന്നെ ഏത് ബോഗിയിലാണോ കണക്ട് അവിടെ ഒരു പുഷ് കൊടുക്കും. ആ പുഷ് എന്ന് പറയുന്നത് ഈ കണക്ട് ആയിരിക്കുന്ന എല്ലാ ബോഗിയിലും അനുഭവപ്പെടും. അതായത് നമുക്ക് ആ എഞ്ചിൻ കണക്ട് ആകുമ്പോൾ കാണാൻ സാധിക്കുന്നത് മൊത്തം ട്രെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കളക്ഷൻ ഓഫ് ബോഗീസ് എന്ന് പറഞ്ഞ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ അനക്കം അതിന് സംഭവിക്കും. സോ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സംഭവമാണ് അത്. സോ ഇഫ് യു കൺസിഡർ നമ്മുടെ സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ നമുക്ക് നോക്കാം ഇനി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഈ എയറില് സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോറി. അപ്പം എയറിലൂടെ വേവ്സ് പാസ് ചെയ്യുമ്പം ആ എയറിനെ അതെന്ത് ചെയ്യും, ഒന്നുമില്ല ചില കേസുകളിൽ കംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, സൗണ്ട് വേവ്സ് ഈ എയറിനെ ഒന്നുമില്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കംപ്രസ് ചെയ്യും. അപ്പൊ എനിവേ എന്ത് ചെയ്താലും ആ സ്ഥലത്തുള്ള എയറിന്റെ ഡെൻസിറ്റിക്ക് ഒരു ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പം ആ ഡെൻസിറ്റി ചേഞ്ചിനെ, ആ ഭാഗത്തുള്ള എയറിന്റെ ഡെൻസിറ്റി ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും അല്ലെ, സൗണ്ട് വേവ് വന്ന് കംപ്രസ് ചെയ്താലും എക്സ്റ്റെൻഡ് ചെയ്താലും. അപ്പൊ ആ ഡെൻസിറ്റി ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ റോ എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. ഡെൽറ്റ റോ, ഡെൽറ്റ മീൻസ് എ സ്മോൾ ചേഞ്ച്. അപ്പൊ നമുക്കറിയാം ഡെൻസിറ്റി ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചെറിയ പ്രഷർ ചേഞ്ച് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. അപ്പം ദാറ്റ് മീൻസ് ദർ വിൽ ബി എ പ്രഷർ ചേഞ്ച് ഓൾസോ, അത് അസോസിയേറ്റഡ് ആയിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രഷർ ചേഞ്ചിനെ ഡെൽറ്റ പി എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. അപ്പം ഡെഫിനറ്റ്ലി ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ, അതായത് സൗണ്ട് വേവ്സ് എയറിനെ ഇങ്ങനെ എന്താണ് കംപ്രസ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, അപ്പൊ പ്രഷർ ചേഞ്ച് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് പറ്റും, ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്ഡ് ആവും. ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് തീർച്ചയായിട്ടും ആ ഭാഗത്ത് ഡെവലപ്ഡ് ആവും. ആൻഡ് ദാറ്റ് റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ചേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റർബൻസ്. എത്രമാത്രം ഡിസ്റ്റർബൻസ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ ഒരു എന്താണ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പം സ്പ്രിങ് പോലെ തന്നെ. അപ്പൊ ഈ ഒരു കേസിൽ
സ്പ്രിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്റ്റൻഷൻ കംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ വരുന്നത് എന്താണ്, അതിന്റെ ആ ചേഞ്ച് ഇൻ പ്രഷർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ ഏതെങ്കിലും ഒരു റീജിയൻ കംപ്രസ്ഡ് ആവുകയാണെങ്കിൽ, ഇഫ് സം റീജിയൻ എന്ന് പറയുന്ന കംപ്രസ്ഡ് ആവുകയാണെങ്കിൽ ആ മോളിക്യൂൾസ്, ആ റീജിയനിലെ മോളിക്യൂൾസ് എന്താ ചെയ്യുക, അത് ടുഗെദർ പാക്ഡ് ആയി, അത് വളരെ ടൈറ്റ്ലി അത് ഒരുമിച്ചായി. അപ്പൊ എന്ത് പറ്റും, അവർ ആ റീജിയനിൽ നിന്ന് മാറാൻ ശ്രമിക്കും. അവിടുന്ന് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ല, അപ്പൊ അത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ തിരിച്ച് അതും ആ ഒരുമിച്ചിരിക്കുന്ന ആ മോളിക്യൂൾസ് എല്ലാം കൂടി മാറാൻ ശ്രദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ തൊട്ടടുത്ത് കിടക്കുന്ന റീജിയന്റെ ഡെൻസിറ്റി അത് സ്വാഭാവികമായിട്ടും കൂട്ടും. കാര്യം വെച്ചാൽ അവിടെ ഇവര് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ സമയത്ത് അടുത്തുള്ള ഭാഗത്ത് കംപ്രസ് ചെയ്യും അവര്. അപ്പം അതുപോലെ തന്നെ എന്ത് പറ്റും, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഫസ്റ്റ് റീജിയനിൽ റെയർ ഫാക്ഷൻ ആണ് ഉണ്ടാവുന്നെങ്കിൽ, റെയർ ഫാക്ഷൻ മീൻസ് വെൻ യു ഹാവ് ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ ഇപ്പം ഏതെങ്കിലും ഭാഗത്ത് സൗണ്ട് വേവ്സ് എയറിനെ കംപ്രഷനിലാണ്, എയറിനെ കംപ്രസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കംപ്രഷൻ ആണെങ്കിൽ അവര് എന്ത് ചെയ്യും, അവര് മൂവ് ഔട്ട് ചെയ്യാൻ നോക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇൻക്രീസ് ദ ഡെൻസിറ്റി ഓഫ് നിയർ ബൈ റീജിയൻ, അടുത്ത റീജിയന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഇറ്റ് വിൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് കംപ്രഷന് നിയർ ബൈ റീജിയൻ. ഓക്കെ, അതുപോലെ തന്നെ നേരെ മറിച്ച് റെയർ ഫാക്ഷൻ ആണ് സംഭവിക്കുന്നെങ്കിൽ, റെയർ ഫാക്ഷൻ മീൻസ് ഡെൻസിറ്റി കുറയുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് റെയർ ഫാക്ഷൻ അഥവാ എക്സ്പാൻഷൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് റീജിയനിൽ അത് സൗണ്ട് വേവ്സ് എക്സ്പാൻഷൻ ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ, എയർ പോക്കറ്റിനെ എയറിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ അടുത്തുള്ള അത് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും, തിരിച്ച് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് നിയർ ബൈ റീജിയൻ. ഓക്കെ, കാര്യം ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് ഏത് ഭാഗത്തെ മോളിക്യൂളിന് എന്ത് സംഭവിക്കുന്നു അതനുസരിച്ച് അത് ചുറ്റുവട്ടത്തെ സാധനത്തിന് നിയർ ബൈ റീജിയനിലെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ വരുത്തുന്നു. കാര്യം വെച്ചാൽ അത് സ്വന്തമായിട്ട് തിരിച്ച് അതേ അവസ്ഥയിൽ എത്താൻ നോക്കുന്നു. ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ് ഇവിടെ, അതർവൈസ് ഇറ്റ് ക്രിയേറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ക്രിയേറ്റ്സ് റെയർ ഫാക്ഷൻ ഇൻ നിയർ ബൈ റീജിയൻ, സോ ദാറ്റ് അതിന് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ ചുരുക്കം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, കംപ്രഷൻ ആണെങ്കിലും ഈ റെയർ ഫാക്ഷൻ ആണെങ്കിലും എന്ത് സംഭവിക്കും, ഇപ്പൊ ഫസ്റ്റ് റീജിയനിൽ കംപ്രഷൻ ആണെങ്കിൽ അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്ത് കിടക്കുന്നതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ റെയർ ഫാക്ഷൻ ആണെങ്കിലും എന്താണ്, അതിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത് തൊട്ടടുത്ത റീജിയനിലെ റെയർ ഫാക്ഷൻ അനുഭവിക്കുന്നത് അത് അതിന്റെ തനതായ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നെക്സ്റ്റ് അഡ്ജസന്റ് റീജിയനിൽ അത് റെയർ ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എന്താ സംഭവിക്കാം, കംപ്രഷൻ ആണെങ്കിലും റെയർ ഫാക്ഷൻ ആണെങ്കിലും അത് ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ എയറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ഈ രീതിയിൽ. ഓക്കെ, അതാണ് അബൌട്ട് ദ സൗണ്ട് വേവ്സ്. ഇനി നമ്മൾ സോളിഡ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡിൽ ആറ്റംസ് അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എല്ലാം ഒരു പീരിയോഡിക് ലാറ്റിസിലായിരിക്കും അറേഞ്ച്ഡ് ആയിട്ടിരിക്കുക. ആറ്റംസ് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ലാറ്റിസ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് ജസ്റ്റ് ആറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പീരിയോഡിക് ലാറ്റിസ് എന്നൊക്കെ പറഞ്ഞ ഈ ടേംസ് വളരെ ന്യൂ ആയിരിക്കും ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയാം. ഈ ആറ്റംസ് എന്ന് പറയുന്നത് വളരെ റെഗുലർലി അറേഞ്ച്ഡ് ആണ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് ആ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എല്ലാം അതിന്റെ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുക. ഓക്കെ, അതിങ്ങനെ ആറ്റംസ് എല്ലാം ഒരു റെസ്റ്റ് പൊസിഷനിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു ആറ്റത്തിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ സംഭവിക്കും. അപ്പം ഇങ്ങനെ ആറ്റംസ് എല്ലാം ഇങ്ങനെ അറേഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഡിസ്പ്ലേ, ദേ ആർ കണക്റ്റഡ്. ഓക്കെ, they are connected through a spring force actually. ഒരു ഇന്റേണൽ സ്പ്രിംഗ് ഫോഴ്സ് പോലെ അത് എല്ലാം കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു ആറ്റത്തിനെ ഞാനിപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യാൻ, ഈ ഒരു ആറ്റത്തിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ചെറിയ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ,
ഇതിനെ മാത്രം ഒന്ന് ബാക്കിയെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇതിനെ മാത്രം ഞാൻ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇത് തിരിച്ച് അതിന്റെ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് നോക്കും. ദാറ്റ് മീൻസ് റിസ്റ്ററിംഗ് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? അത് ഒബ്വിയസ്ലി ബാക്കി എല്ലാത്തിലും അതേ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ഐഡിയലി നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അത് ആറ്റംസ് തമ്മിൽ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ലൈക്ക് കണക്ഷൻ അവർക്കുണ്ട് എന്നുള്ള തരത്തിലൊരു പിക്ചർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. അപ്പം എന്ത് പറ്റും? ഇത് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന അവസ്ഥയിൽ ഇതിനെയും എല്ലാം ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. ദാറ്റ് മീൻസ് ആ ഒരു ഡിസ്റ്റർബൻസ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മള് ദീസ് ആർ ഓൾ അബൌട്ട് സം ഓഫ് ദ വേവ്സ്. നമ്മൾ സോളിഡ്സിന്റെ വേവ്സ്, അതുപോലെ തന്നെ സൗണ്ട് വേവ്സ്, ലൈറ്റ് വേവ്സ് ഒക്കെ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മളിനി പല ഈ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് എല്ലാം സബ്സിക്വന്റ് ആയിട്ടുള്ള സെക്ഷനിൽ കാണും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.